നമ്മുടെ ഫേസിലെ ടാൻ റിമൂവ് ആക്കിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും ഡ്രൈനസ് മാറ്റാനായിട്ടൊക്കെ പറ്റും. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ്. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിപ്പുണ്ട്. നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിപ്പുണ്ട്. അതേപോലെ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കാണ്. നിങ്ങളിത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിലെ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ ഡ്രൈനസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. പുറത്തൊക്കെ പോയിട്ട് വന്നവരാണെങ്കിൽ എന്താണെങ്കിലും നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് ഡള്ളായിട്ടായിരിക്കും ഇരിക്കുന്നത്. ആ ഒരു ഡൾനെസ് ഒക്കെ മാറ്റാനായിട്ടും അതേപോലെ തന്നെ 35 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ നന്നായിട്ട് ചുളിവുകൾ വരും, ഡ്രൈനസ് വരും. ആ ഒരു ചുളിവുകളും ഡ്രൈനസും ഒക്കെ മാറ്റിയിട്ട് സ്കിൻ യങ്ങാക്കി വെക്കാനായിട്ടും ഹെൽത്തി ആക്കി വെക്കാനായിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. അതേപോലെ തന്നെ നമുക്കിത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കാണ് കേട്ടോ. അതേപോലെ നമ്മുടെ സ്കിന്നിലെ ടാൻ റിമൂവ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ചിലർക്ക് ലിപ്സിന് സൈഡിൽ നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ ഉണ്ടാകും. ആ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പ്യൂർ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇവിടെ നല്ല തണുപ്പുള്ള ഏരിയ ആയതുകൊണ്ട് നന്നായിട്ട് കട്ട പിടിച്ചിട്ടാണ് കേട്ടോ ഓയിലിരിക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. ഇനി ഞാൻ അടുത്തതായിട്ട് എടുക്കുന്നത് നെയ്യാണ്. അപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നെയ്യാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നെയ്യ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ഒരു 1/4 സ്പൂണ് നെയ്യാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അപ്പോൾ ഇതിലേക്ക് ഇത് ഇട്ടതിന് ശേഷം ഇത് നെയ്യ് ഒന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ നമുക്കിത് രണ്ടും കൂടെ ചൂടാക്കിയെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഫുഡൊക്കെ ചൂടാക്കുന്ന ഓവൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്കിത് ചൂടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇത് നെയ്യും വെളിച്ചെണ്ണയും കൂടെ നന്നായിട്ട് ഒന്നും കൂടെ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഓട്സ് ആണ്. അപ്പോൾ ഓട്സ് നമ്മൾ ഇതേപടി ഇടുകയല്ല ചെയ്യുന്നത്. ഓട്സിൻ്റെ ആ ഒരു മിൽക്കാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഞാൻ 1 സ്പൂൺ ഓട്സ് എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇടുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു 1/4 സ്പൂൺ കോഫി പൗഡറാണ്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ വേണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒരു 3 സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് വയ്ക്കുക. 10 മിനിറ്റ് വയ്ക്കുമ്പോൾ തന്നെ ആ ഒരു ഓട്സിൻ്റെ മിൽക്കൊക്കെ അതിലേക്ക് ഇറങ്ങും. അതേപോലെ ഓട്സും കോഫി പൗഡറും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിനി 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വരാം. ഇപ്പം ഈ ഒരു ഓട്സ് നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒരു അരിപ്പ ഉപയോഗിച്ച് ഇതിൻ്റെ ആ ഒരു മിൽക്ക് നമ്മൾ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ്. 1 സ്പൂൺ കടലമാവാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് കടലമാവിന് പകരം അരിപ്പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫേസ് പാക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ടും ടാൻ റിമൂവ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിന്നൊന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഡെയിലി ചെയ്യാം. അതേപോലെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ നന്നായിട്ട് മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഫസ്റ്റ് നമ്മളിത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ടും സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഇനി ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മുടെ സ്കിൻ നന്നായിട്ട് ക്ലീൻ ആക്കാനായിട്ടും അതേപോലെ ക്ലിയർ ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ചുളിവുകളുണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും സ്കിൻ യങ്ങാക്കി വെക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ ദിവസവും ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. അതേപോലെ തന്നെ നമ്മളിങ്ങനെ മസാജ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഞാൻ മസാജ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു 30 മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് കാണിക്കാം.
അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ്. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിപ്പുണ്ട്. നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിപ്പുണ്ട്. അതേപോലെ ചുളികളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആയിട്ടിരിപ്പുണ്ട്. ടാൻ റിമൂവ് ആക്കാനായിട്ടും അതേപോലെ സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.